ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അനാലിറ്റിക്കൽ കെമിസ്ട്രിയിൽ പാർട്ട് 3 ആയിട്ടുള്ള വോളിയോമെട്രിക് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്തു. ജസ്റ്റ് അതിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അതായത് വോളിയോമെട്രിക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ടൈട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ, സെക്കൻഡറി സ്റ്റാൻഡേർഡ്, പ്രൈമറി സ്റ്റാൻഡേർഡ്, സ്റ്റാൻഡേർഡൈസേഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി അതിന്റെ ബാക്കി പോർഷൻസ് നമുക്ക് നോക്കാം. ഇനി വോളിയോമെട്രിക് അനാലിസിസ് അല്ലെങ്കിൽ ടൈട്രേഷൻസിൽ ആദ്യത്തെ ടൈട്രേഷൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ആസിഡ് ബേസ് ടൈട്രേഷൻസ്. The titrations in which acid solutions are titrated against standard alkali solution or vice versa. Titrations involving ആസിഡ് സൊല്യൂഷൻ അഗെയിൻസ്റ്റ് സ്റ്റാൻഡേർഡ് ആൽക്കലി. ഒന്നെങ്കിൽ എന്താണ്, സ്റ്റാൻഡേർഡ് ആൽക്കലി സൊല്യൂഷൻസ് യൂസ് ചെയ്തിട്ട് ആസിഡിനെ ടൈട്രേറ്റ് ചെയ്യുന്നതിനെയോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആസിഡ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് ആൽക്കലിയെ ടൈട്രേഷൻ ചെയ്യുന്നതിനെയാണ് ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻസ് എന്ന് പറയുന്നത്. ഈ ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻസ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: അസിഡിമെട്രി ആൻഡ് ആൽക്കലിമെട്രി. അസിഡിമെട്രി is the titration of bases against standard acid solution are called acidimetry. അതായത് സ്റ്റാൻഡേർഡ് ആസിഡ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ബേസിനെ ടൈട്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ അസിഡിമെട്രി എന്ന് പറയും. അതായത് അസിഡിമെട്രിയിൽ നമ്മൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആസിഡിനെ ആയിരിക്കും, എന്നിട്ട് ബേസിനെയാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്. അതേസമയം ആൽക്കലിമെട്രി എന്ന് പറഞ്ഞാൽ ടൈട്രേഷൻസ് ഓഫ് ആസിഡ് അഗെയിൻസ്റ്റ് സ്റ്റാൻഡേർഡ് ബേസ് സൊല്യൂഷൻസ് ആർ കാൾഡ് ആൽക്കലിമെട്രി. അതായത് ആൽക്കലിമെട്രിയിൽ നമ്മൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ബേസിനെ ആയിരിക്കും അല്ലെങ്കിൽ ആൽക്കലിനെ ആയിരിക്കും. ആ സ്റ്റാൻഡേർഡ് ആൽക്കലി ഉപയോഗിച്ചിട്ട് ആസിഡിനെ ടൈട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആസിഡിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ആൽക്കലിമെട്രി എന്ന് പറയുന്നത്. ഇപ്പോൾ അസിഡിമെട്രിയിൽ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആയിട്ട് ആസിഡിനെയും ആൽക്കലിമെട്രിയിൽ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആയിട്ട് ബേസിനെയാണ് യൂസ് ചെയ്യുക. ബോത്ത് ദീസ് ആർ നോൺ ആസ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. നമുക്കറിയാം ആസിഡും ബേസും കൂടി റിയാക്ട് ചെയ്തിട്ട് സോൾട്ടും വാട്ടറും ആണ് കിട്ടുക. ആൻഡ് ആസിഡും ബേസും തമ്മിലുള്ള റിയാക്ഷനെയാണ് നമ്മൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അസിഡിമെട്രീനെയും ആൽക്കലിമെട്രീനെയും നമ്മൾ ന്യൂട്രലൈസേഷൻ ടൈട്രേഷൻസ് എന്നാണ് പറയുക. കാരണം ആസിഡും ആൽക്കലിയും തമ്മിലുള്ള റിയാക്ഷൻ ആയതുകൊണ്ട് ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആസിഡും ആൽക്കലിയും ഉപയോഗിച്ചിട്ടുള്ള ടൈട്രേഷൻസിനെ നമ്മൾ ന്യൂട്രലൈസേഷൻ ടൈട്രേഷൻസ് എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ: സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് HCl gives NaCl പ്ലസ് വാട്ടർ. അതായത് ഒരു ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ ഒരു ആസിഡും ഒരു ബേസും കൂടി റിയാക്ട് ചെയ്താൽ നമുക്കൊരു സോൾട്ടും ഒരു വാട്ടറും കിട്ടും. ഡിറ്റക്ഷൻ ഓഫ് ഇക്വലൻസ് പോയിന്റ് ബൈ യൂസിങ് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ്. നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇക്വലൻസ് പോയിന്റ് അല്ലെങ്കിൽ എൻഡ് പോയിന്റിനെ വിഷ്വലി ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ. ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ആസിഡ് ബേസ് ടൈട്രേഷൻസിൽ നമ്മൾ അതിന്റെ എൻഡ് പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. The substance which are employed for the visual detection of the end point in acid-base titrations. അതായത് ആസിഡ് ബേസ് ടൈട്രേഷൻസിലെ എൻഡ് പോയിന്റ് കണ്ണുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിഷ്വലി ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞത്. On account of their ability to change the color during the pH change that occurs in the vicinity of the end point. അതായത് എൻഡ് പോയിന്റ് എത്തുന്ന സമയത്ത്, അതായത് റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് pHൽ ഒരു സഡൻ ചേഞ്ച് ഉണ്ടായിരിക്കും. ആ pH ചേഞ്ചിന്റെ സമയത്ത് കളർ മാറാനുള്ള അല്ലെങ്കിൽ കളർ ചേഞ്ച് കാണിക്കാനുള്ള എബിലിറ്റി ഉള്ള കോമ്പൗണ്ടുകളാണ് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. അവരെന്താണ്, എൻഡ് പോയിന്റിൽ ഒരു കളർ ചേഞ്ച് കാണിക്കും. കളർ ചേഞ്ച് എന്താണ്, pH ചേഞ്ച് കാരണമായിട്ട്, ആ സൊല്യൂഷനിൽ ഉണ്ടാകുന്ന pH ചേഞ്ച് കാരണമായിട്ടാണ് അവിടെ കളർ ചേഞ്ച് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ കളർ ചേഞ്ച് കാണിക്കാൻ എബിലിറ്റി ഉള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. The characteristic range or interval of pH in which an acid-base indicator change its color is called its color change interval. അതായത് ഇപ്പോൾ ഒരു ഇൻഡിക്കേറ്റർ കളർ ചേഞ്ച് കാണിക്കുന്നത് ഒരു pH, ഒരു റേഞ്ച് ഓഫ് pHലായിരിക്കും. അതായത് ഒരു pH ഒരു വാല്യൂ മുതൽ വേറൊരു വാല്യൂ വരെ, അങ്ങനെ ഒരു pHന്റെ ഒരു ഇന്റർവെല്ലിലായിരിക്കും ഇങ്ങനെ ഓരോ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സും അതിന്റെ കളർ ചേഞ്ച് കാണിക്കുന്നത്. ആ ഇന്റർവെല്ലിനെയാണ് നമ്മൾ കളർ ചേഞ്ച് ഇന്റർവെൽ എന്ന് പറയുന്നത്. For example, methyl orange change its color in the pH range 3.1 to 4.4. അതായത് മീഥൈൽ ഓറഞ്ച് എന്ന് പറയുന്നത് ഒരു ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ ആണ്. ആ
മീഥൈൽ ഓറഞ്ച് അതിന്റെ pH അല്ലെങ്കിൽ കളർ ചേഞ്ച് കാണിക്കുന്നത് 3.1 മുതൽ 4.4 എന്ന് പറയുന്ന pH റേഞ്ചിലാണ്. ദാറ്റ് ഈസ് ബിലോ 3.1 അതായത് 3.1 താഴെ അത് റെഡ് കളറിലും 4.4 മേലെ അത് യെല്ലോ കളറിലുമാണ് കാണിക്കുക. ദെൻ വേറെ എന്താണ് ഒരുപാട് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. മീഥൈൽ ഓറഞ്ച് നമ്മളിപ്പോൾ പറഞ്ഞു 3.1 താഴെ റെഡും 4.4 മേലെ യെല്ലോ ആണെന്ന് പറഞ്ഞു. അതുപോലെ വേറൊരു ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ ആണ് മീഥൈൽ റെഡ്. അതിന്റെ കളർ ചേഞ്ച് ഇന്റർവൽ എന്ന് പറയുന്നത് 4.2 ടു 6.3 ആണ്. 4.2 താഴെ അത് റെഡ് കളറും 6.3 മേലെ യെല്ലോ കളറുമാണ് കാണിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഫിനോഫ്തലീൻ. ഫിനോഫ്തലീൻ എന്ന് പറയുന്നത് 8 to 9.5 ആണ് ഫിനോഫ്തലീന്റെ കളർ ചേഞ്ച് ഇന്റർവെല്. അപ്പൊ 8 താഴെ അത് കളർലെസ് ആയിരിക്കും, 9.5 മേലെ അത് പിങ്ക് കളർ കാണിക്കുന്നു. ദെൻ ആലിസാരിൻ യെല്ലോ. ആലിസാരിൻ യെല്ലോ എന്ന് പറയുന്നത് 10.1 മുതൽ 12 വരെയാണ് pH ചേഞ്ച് കാണിക്കുന്നത്. 10.1 താഴെ യെല്ലോ കളറും 12 മേലെ റെഡ് കളറുമാണ് കളർ ചേഞ്ച് കാണിക്കുന്നത്. അപ്പൊ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, എൻഡ് പോയിന്റ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ എൻഡ് പോയിന്റിനെ വിഷ്വലി ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളാണ്. അവർക്ക് എന്താണ് pH ചേഞ്ചിന്റെ സമയത്ത് കളർ മാറാനുള്ള അല്ലെങ്കിൽ കളർ ചേഞ്ച് കാണിക്കാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ ആണ് മീഥൈൽ ഓറഞ്ച്, മീഥൈൽ റെഡ്, ഫിനോഫ്തലീൻ, ആലിസാരിൻ യെല്ലോ. അതിന്റെയൊക്കെ എന്താണ് കളർ ചേഞ്ച് ഇന്റർവെൽ ഉണ്ടായിരിക്കും. ആ ഇന്റർവെല്ലിലാണ് അവർ കളർ ചേഞ്ച് ചെയ്യാൻ തുടങ്ങുക. അപ്പോ ആ ഇന്റർവെല്ലിന്റെ താഴെയും മേലെയായിട്ട് എന്താണ് രണ്ട് കളർ ആയിരിക്കും കാണിക്കുന്നത്. ചോയ്സ് ഓഫ് എൻ ഇൻഡിക്കേറ്റർ, ടൈട്രേഷൻ കർവ്സ്. അതായത് നമ്മൾ ഒരു ആസിഡ് ബേസ് റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏത് തരത്തിലുള്ള ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഏത് ഇൻഡിക്കേറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് ടൈട്രേഷൻ കർവ്സ് അനലൈസ് ചെയ്തിട്ടാണ്. ടൈട്രേഷൻ കർവ് എന്ന് പറഞ്ഞാൽ എ പ്ലോട്ട് ഓഫ് pH ഓഫ് ദ സൊല്യൂഷൻ അറ്റ് ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ആൻ ആസിഡ് ബേസ് ടൈട്രേഷൻ അഗെയിൻസ്റ്റ് ദ വോളിയം ഓഫ് ദ ടൈട്രൻറ്റ് ഫ്രം ഫോംസ് വൺ ടൈപ്പ് ഓഫ് ടൈട്രേഷൻ കർവ് ഓർ കാൾഡ് ന്യൂട്രലൈസേഷൻ കർവ്. അതായത് നമ്മൾ ടൈട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന pH ചേഞ്ചും പിന്നെന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈട്രൻറ്റിന്റെ വോളിയവും ഒരു പ്ലോട്ട് വരച്ചാൽ, ഒരു ഗ്രാഫ് വരക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രാഫിനെയാണ് നമ്മൾ ടൈട്രേഷൻ കർവ് എന്ന് പറയുന്നത്. അതായത് ടൈട്രൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ബ്യൂററ്റിൽ നിന്ന് എടുക്കുന്ന സ്റ്റാൻഡേർഡ് സൊല്യൂഷന്റെ വോളിയവും അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആ സൊല്യൂഷനിൽ ഉണ്ടാവുന്ന pH ചേഞ്ചും എന്താണ് ഒരു ഗ്രാഫിൽ വരക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരു ടൈട്രേഷൻ കർവ് കിട്ടും. Since the color change interval of most acid-base indicators are known, and since any titration curve shows the pH change that occurs in the vicinity of equivalence point, a study of the titration for a titration aids the choice of the most suitable indicator. നമ്മൾ എന്താണ് ഒരുപാട് ആസിഡ് ബേസ് റിയാക്ഷൻസ് നടത്തുമ്പോൾ അതിന്റെ ഈ കർവ് അപ്പോൾ നമ്മൾ ടൈട്രേഷൻ കർവില് pH ചേഞ്ച് വരുന്ന ആ ഒരു റേഞ്ച് നോക്കിയിട്ടാണ് ഏത് തരത്തിലുള്ള ഇൻഡിക്കേറ്റർ ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അത് നമുക്ക് ഓരോന്ന് നോക്കാം. സ്ട്രോങ് ആസിഡ് വേഴ്സസ് സ്ട്രോങ് ബേസ്, അങ്ങനെ ഓരോ കണ്ടീഷൻസ് നോക്കിയിട്ട് നമുക്ക് എന്താണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് തിരഞ്ഞെടുക്കാം. നമുക്ക് ഫസ്റ്റ് ടൈപ്പ് നോക്കാം. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ ആണ്. അതായത് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ആസിഡും ബേസും എന്താണ് സ്ട്രോങ് ആയിട്ടുള്ളവരാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആസിഡിന് ഒരു എക്സാമ്പിൾ ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ HCl എന്ന് പറയുന്നത്. അതേപോലെ സ്ട്രോങ് ബേസ് എന്ന് പറയുന്നത് ഒരു NaOH. അപ്പോൾ ഈ HCl-ഉം NaOH തമ്മിലുള്ള ഒരു ടൈട്രേഷൻ ആണെന്ന് കൺസിഡർ ചെയ്യാം. The equivalence point occurs at the pH 7. അതായത് രണ്ടും ഈക്വലി സ്ട്രോങ് ആയതുകൊണ്ട് HCl-ഉം NaOH എന്ന് പറയുന്നത് ഈക്വലി സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇക്വലൻസ് പോയിന്റ് എന്ന് പറയുന്നത് pH 7-ലായിരിക്കും ഉണ്ടായിരിക്കുക. The rapid pH change in the vicinity of the equivalence point for a strong acid strong base titration is from about 4 to 10. അതായത് നമ്മളൊരു ആസിഡ് ബേസ് ടൈട്രേഷന്റെ സമയത്ത് നമ്മൾ എന്താണ് അനലൈഡ് സൊല്യൂഷനെ കോണിക്കൽ ഫ്ലാസ്കിൽ എടുക്കും, എന്നിട്ട് ബ്യൂറേറ്റിൽ നിന്ന് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആഡ് ചെയ്തിട്ടാണ് ടൈട്രേഷൻ നടത്തുക. അപ്പോൾ അങ്ങനെ ടൈട്രേഷൻ നടത്തി വരുമ്പോൾ pH-ൽ ചേഞ്ച് വരും. ഇങ്ങനെ pH-ൽ ചേഞ്ച് വന്നിട്ട് ഇക്വലൻസ് പോയിന്റ് എത്താൻ നേരത്ത് pH-ൽ ഒരു സഡൻ ആയിട്ട് അല്ലെങ്കിൽ റാപ്പിഡ് ചേഞ്ച് ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷന്റെ സമയത്ത് നമുക്ക് ആ റാപ്പിഡ് pH ചേഞ്ച് വരുന്നത് pH ഫ്രം 4 to 10 ആയിരിക്കും. അതായത് pH 4-ൽ എത്തിയിട്ട് pH 4 മുതൽ 10 വരെ ആയിരിക്കും റാപ്പിഡ് ആയിട്ടുള്ള pH ചേഞ്ച് ഉണ്ടായിരിക്കുക. അതിന്റെ ഇടയിലായിരിക്കും നമ്മുടെ ഇക്വലൻസ് പോയിന്റ് ഉണ്ടാവുക.
അതുകൊണ്ട് തന്നെ മിഥൈൽ റെഡിന്റെ ഈ കളർ ചേഞ്ച് ഇന്റർവൽ എന്ന് പറയുന്നത് 4.2 to 6.3 ആണ്. അതേപോലെ ഫിനോഫ്തലിൻ 8 to 9.5 ആണ്. ആൻഡ് മീഥൈൽ ഓറഞ്ച് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് മീഥൈൽ റെഡും പിന്നെ ഫിനോഫ്തലിൻ ആയിരിക്കുമ്പോൾ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻസിൽ നമുക്ക് മീഥൈൽ റെഡും ഫിനോഫ്തലിനും എന്താണ് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ ആയിട്ട് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യുക. ആൻഡ് ഓൾസോ മീഥൈൽ ഓറഞ്ച് അതും എന്താണ് എൻഡ് പോയിന്റ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ മിഥൈൽ റെഡ് എന്ന് പറയുന്നത് എന്താണ് കളർ ചേഞ്ച് ഇന്റർവൽ 4.2ക്കും 6.3ക്കും ഇടയിലാണ്. അപ്പോ നമ്മളുടെ ഇവിടെ അതായത് സ്ട്രോങ് ബേസ് സ്ട്രോങ് ആസിഡ് ടൈട്രേഷന്റെ സമയത്ത് റാപ്പിഡ് pH ചേഞ്ച് വരുന്നത് 4ന്റെയും 10ന്റെയും ഇടയിലാണ്. അപ്പൊ ഈ 4ന്റെയും 10ന്റെയും ഇടയിൽ കളർ ചേഞ്ച് ഇന്റർവെല്ലിൽ വരുന്ന ഏതൊരു ഇൻഡിക്കേറ്റർ എന്താണ് സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷന്റെ സമയത്ത് ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ മീഥൈൽ റെഡ് ഫിനോഫ്തലീൻ അതേപോലെ തന്നെ മീഥൈൽ ഓറഞ്ചും എന്താണ് എൻഡ് പോയിന്റ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുക. അതാണ് ഈ ഗ്രാഫ് പറയുന്നത്. വോളിയം ഓഫ് ആൽക്കലി അഗെയിൻസ്റ്റ് pH നമ്മൾ വരക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് 2ന്റെയും അല്ലെങ്കിൽ ഏകദേശം ഒരു 3ന്റെയും 10ന്റെയും ഇടയിലാണ് എന്ത് pH ചേഞ്ച് റാപ്പിഡ് ആയിട്ട് ഷാർപ്പായിട്ട് കണ്ടില്ലേ സ്റ്റീപ്പ് ആയിട്ട് വരുന്നത് അങ്ങനെ വരുന്നത്. അപ്പോ അവിടെ ആയിരിക്കും എന്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്ററിന്റെ കളർ ചേഞ്ച് ഇന്റർവെൽ ഈ ഒരു ഗ്യാപ്പിലായിരിക്കും വരേണ്ടത്. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻസ്. ഇപ്പൊ നമ്മൾ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് നോക്കി. ഇനി വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ്. അപ്പൊ ആസിഡ് വീക്ക് ആയിരിക്കണം, സ്ട്രോങ് ബേസ് സ്ട്രോങ് ആയിരിക്കണം. അതിനൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീക്ക് ആസിഡ് അസറ്റിക് ആസിഡ് അഗെയിൻസ്റ്റ് സ്ട്രോങ് ബേസ് ആയിട്ടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇവിടെ എന്താണ് ഇത് ഇക്വലൻസ് പോയിന്റ് ഒക്കേഴ്സ് നോട്ട് അറ്റ് pH 7. ഇതെന്താണ് ഒന്ന് വീക്ക് ഒന്ന് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഇക്വലൻസ് പോയിന്റ് ഒരിക്കലും pH 7 വരില്ല. ഒരു വീക്ക് ആസിഡും സ്ട്രോങ് ബേസും തമ്മിൽ ടൈട്രേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും എന്തായിരിക്കും pH 7 അതിന്റെ ഇക്വലൻസ് പോയിന്റ് ഉണ്ടാവുക. നമ്മൾ എന്താണ് ഇതില് വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് എന്ന് പറയുന്ന ഈ കോമ്പിനേഷനിൽ എന്താണ് സ്ട്രെങ്ത് കൂടുതലുള്ളത് ബേസിനാണ് അല്ലേ. അതായത് സ്ട്രോങ് ബേസ് ആണല്ലോ എടുത്തത്. അപ്പൊ സ്ട്രെങ്ത് കൂടുതൽ ബേസിനായതുകൊണ്ട് തന്നെ ഇക്വലൻസ് പോയിന്റ് ആ ബേസിന്റെ pHയിലേക്കായിരിക്കും ഇക്വലൻസ് പോയിന്റിന് പോസിബിലിറ്റി കൂടുക. അതുകൊണ്ട് തന്നെ ഈ ഒരു റിയാക്ഷനിൽ pH എന്ന് പറയുന്നത് ഇക്വലൻസ് പോയിന്റ് എന്ന് പറയുന്നത് ഹാപ്പൻ ചെയ്യുന്നത് അറ്റ് pH 8.7 The rapid pH change in the vicinity of the equivalence point for a weak acid strong base titration is from about 6.5 to 10. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കേസിൽ നമ്മൾ ടൈട്രേഷൻ കർവ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റാപ്പിഡ് ആയിട്ടുള്ള pH ചേഞ്ച് കാണിക്കുന്നത് 6.5 മുതൽ 10 അതായത് ഇക്വലൻസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ റാപ്പിഡ് ആയിട്ടുള്ള pH ചേഞ്ച് ഹാപ്പൻ ചെയ്യുന്നത് 6.5ന്റെയും 10ന്റെയും ഇടയിലായിരിക്കും. അപ്പോൾ കളർ ചേഞ്ച് ഇന്റർവെല്ല് 6.5നും 10നും ഇടയിൽ കാണിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷനിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ ഫിനോഫ്തലിൻ യൂസ് ചെയ്യാം. ഫിനോഫ്തലിന്റെ കളർ ചേഞ്ച് ഇന്റർവെൽ എന്ന് പറയുന്നത് 8നും 9ക്കും എടുക്കുക. അപ്പൊ 8നും 9ക്കും എടുക്കായതുകൊണ്ട് തന്നെ ഇതിന്റെ കളർ ചേഞ്ച് എന്താണ് ആ റാപ്പിഡ് pH ചേഞ്ചിന്റെ ഇന്റർവെല്ലിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഫിനോഫ്തലിൻ can be used but not methyl orange or methyl red. പക്ഷെ methyl orange ഉം methyl red ഉം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിന്റെ കളർ ചേഞ്ച് ഇന്റർവെല് വരുന്നത് 6.5ന്റെയും 10ന്റെയും ഇടയിലല്ല, അതിലേറെ ചെറുത് 6.5നും താഴെയുള്ള ഒരു റേഞ്ചിലാണ് എന്ത് methyl orange ഉം methyl red ഉം കളർ ചേഞ്ച് ഇന്റർവെല് കാണിക്കുന്നത്. അതുകൊണ്ട് ഫിനോഫ്തലിൻ മാത്രമാണ് വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ദെൻ സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷൻ. നേരത്തെ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ്. ഇവിടെ നമ്മൾ എടുക്കുന്ന ആസിഡ് സ്ട്രോങ്ങും ബേസ് വീക്കും ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു കോമ്പിനേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആസിഡിന്റെ ഒരു എക്സാമ്പിൾ HCl, പിന്നെ വീക്ക് ബേസിന്റെ ഒരു എക്സാമ്പിൾ അമോണിയം ഹൈഡ്രോക്സൈഡ് കൺസിഡർ ചെയ്യാം. ഇവിടെ റാപ്പിഡ് pH ചേഞ്ച് ഉണ്ടാവുന്നത് ഒരു 3 to 7 pH വാല്യൂ 3 to 7 എന്ന് പറയുന്ന വാല്യൂ ഇന്റർവെല്ലിലായിരിക്കും റാപ്പിഡ് pH ചേഞ്ച് ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ് ഇക്വലൻസ് പോയിന്റ് എന്ന് പറയുന്നത് pH ചേഞ്ച് 3 to 7 ഇക്വലൻസ് പോയിന്റ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ 3 to 7 കളർ ചേഞ്ച് ഇന്റർവെല് കാണിക്കുന്ന ഏതൊരു ഇൻഡിക്കേറ്റർ നമുക്ക് എന്താണ് സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷനിൽ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. സോ മിഥൈൽ ഓറഞ്ചിന്റെ വാല്യൂ അല്ലെങ്കിൽ കളർ ചേഞ്ച് ഇന്റർവെൽ എന്ന് പറയുന്നത് 3.1നും 4.4നും ഇടയിലാണ്. അതെന്ന് പറയുന്നത് ഈ ഒരു 3 to 7
പരിധിയിൽ വരുന്നതുകൊണ്ട് തന്നെ മിഥൈൽ ഓറഞ്ച് യൂസ് ചെയ്യാം. അതേപോലെ മിഥൈൽ റെഡ് 4.2 to 6.3 ആണ് കളർ ചേഞ്ച് ഇന്റർവെൽ മിഥൈൽ റെഡിന്റെ. അതും എന്താണ് സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷനിൽ ഇൻഡിക്കേറ്റർ ആയിട്ട് ചൂസ് ചെയ്യാം. പക്ഷെ എന്താണ് ഫിനോഫ്തലിൻ എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ് സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷനിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ 8 മുതൽ 9.5 വരെയാണ് ഫിനോഫ്തലിന്റെ കളർ ചേഞ്ച് ഇന്റർവെൽ വരുന്നത്. പക്ഷെ ഇവിടെ എന്താണ് 3 to 7 നമുക്ക് റാപ്പിഡ് pH ചേഞ്ച് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫിനോഫ്തലിൻ കനോട്ട് ബി യൂസ്ഡ്, ബട്ട് മിഥൈൽ ഓറഞ്ചോ മിഥൈൽ റെഡോ നമുക്ക് ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യാം ഇൻ എ സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷൻ. ദെൻ ലാസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് വീക്ക് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷൻ. അതായത് രണ്ടും ഒരേപോലെ വീക്ക് ആണെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റർ ചൂസ് ചെയ്യേണ്ടതെന്ന് നോക്കേണ്ടത്. ഇതിന്റെ എക്സാമ്പിൾ അസറ്റിക് ആസിഡ്, അതൊരു വീക്ക് ആസിഡ് ആണ്. അമോണിയം ഹൈഡ്രോക്സൈഡ് ഒരു വീക്ക് ബേസ് ആണ്. ഇതിന്റെ ഇടയിലുള്ള ടൈട്രേഷൻ നമ്മൾ കൺസിഡർ ചെയ്യാം. Generally, there is no rapid change in pH, so no sharp endpoint can be found with any simple indicator. ഇവിടെ ഇങ്ങനെ ഒരു വീക്ക് ആസിഡും ഒരു വീക്ക് ബേസും തമ്മിൽ ടൈട്രേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നേരത്തെ പറഞ്ഞ 3 കേസിലും പറയുന്ന പോലെ ഉള്ള ഒരു റാപ്പിഡ് pH ചേഞ്ച് നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഷാർപ്പ് എൻഡ് പോയിന്റ് നമുക്ക് ഏതൊരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്താലും ഒരു ഷാർപ്പ് എൻഡ് നമുക്ക് എന്താണ് എൻഡ് പോയിന്റ് നമുക്ക് കാണാൻ പറ്റില്ല. Therefore, it is best to avoid the use of indicator in such titration. അപ്പോൾ ഇങ്ങനെ വീക്ക് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷനിൽ നമുക്ക് എന്താണ് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. സോ എന്താണ് 4 ടൈപ്പ് ടൈട്രേഷൻ റിയാക്ഷൻസിൽ എങ്ങനെയാണ് ഇൻഡിക്കേറ്റർ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് പറയാനുള്ളത് ഈ ആസിഡ് ബേസ് ടൈട്രേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്ററിന് 2-3 തിയറീസ് പഠിക്കാണ്ട്. തിയറീസ് ഓഫ് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ്. അതിൽ ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത് ഓസ്റ്റ്വാൾസ് തിയറി. Then according to Ostwald's theory of indicator, an acid-base indicator is a weak organic acid or weak organic base where unionized molecules has one color and the ion furnished by it on ionization has another color. അതായത് ഓസ്റ്റ്വാൾസ് തിയറിയിൽ പറയുന്നത് ഒരു ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഐദർ ഒരു വീക്ക് ഓർഗാനിക് ആസിഡ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു വീക്ക് ഓർഗാനിക് ബേസ് ആയിരിക്കും. ഈ വീക്ക് ഓർഗാനിക് ആസിഡ് അല്ലെങ്കിൽ വീക്ക് ഓർഗാനിക് ബേസ് അയണൈസ് ചെയ്യാതെ മോളിക്കുലർ ഫോമിൽ ഇരിക്കുമ്പോൾ അതിന് ഒരു കളർ ആയിരിക്കും. ആൻഡ് അത് അയണൈസേഷന് വിധേയമായി അയോൺസ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അതിന് വേറൊരു കളർ ആയിരിക്കും ഉണ്ടാവുക. അതാണ് ഓസ്റ്റ്വാൾസ് തിയറിയിൽ പറയുന്നത്. അതായത് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് ബേസ്, വീക്ക് ഓർഗാനിക് ബേസ് ആയിരിക്കും അല്ലെങ്കിൽ വീക്ക് ഓർഗാനിക് ആസിഡ് ആയിരിക്കും. ഇതെന്താണ് അൺഅയണൈസ്ഡ് മോളിക്യൂളിന് ഒരു കളറും അയണൈസ്ഡ് അയോൺസിന് അയണൈസേഷന് ശേഷം ഉണ്ടാവുന്ന അയോൺസിന് മറ്റൊരു കളറായിരിക്കും കാണിക്കുക. On the basis of protonic concept of acids and bases, the behavior of an acid type indicator is described by the equilibrium. അതായത് protonic concept of acid and bases എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രോട്ടോണിക് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ H+ അല്ലെങ്കിൽ പ്രോട്ടോണിനെ വിട്ടുകൊടുക്കുന്ന ആള് ആസിഡും ഈ പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആള് ബേസ് ആയിട്ടാണ് എന്ത് പ്രോട്ടോണിക് കൺസെപ്റ്റിൽ പരിഗണിക്കുന്നത്. അതായത് H+നെ വിട്ടുകൊടുക്കുന്ന ആള് ആസിഡും ബേസ് എന്ന് പറയുന്നത് H+നെ സ്വീകരിക്കുന്ന ആളും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്താണ് ഒരു വീക്ക് ഓർഗാനിക് അല്ലെങ്കിൽ ഒരു ആസിഡ് ടൈപ്പ് ഇൻഡിക്കേറ്ററിന്റെ ഇക്വിലിബ്രിയം എങ്ങനെയാണെന്ന് നമുക്ക് താഴെ കൊടുത്ത രീതിയിൽ പറയാം. ദാറ്റ് ഈസ് HIN plus H2O gives IN minus plus H3O plus. അതായത് HIN കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ആസിഡ് ടൈപ്പ് ഇൻഡിക്കേറ്റർ IN എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റർ ആണ്. ദെൻ HI എന്ന് പറയുമ്പോൾ എന്താണ് H നമ്മൾ എന്താണ് ആസിഡിലാണ് നമ്മൾ ഹൈഡ്രജന് കൊടുക്കുക അല്ലേ. അപ്പോൾ എന്താണ് HI എന്ന് പറയുന്നത് ഒരു ആസിഡ് ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ അസിഡിക് ഇൻഡിക്കേറ്റർ. ഇതിനാണ് HI കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് എന്താണ് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ അത് HI എന്ന് പറയുന്നത് ആസിഡ് ആണ്. ആസിഡ് എന്ന് പറയുന്നത് H+നെ കൊടുക്കുന്ന ആളാണ് എന്ത് ആസിഡ്. അപ്പൊ അവിടുന്ന് HIN നിന്നും ഒരു H+നെ റിമൂവ് ചെയ്താൽ നമുക്ക് IN മൈനസും പിന്നെ ഈ വാട്ടർ എന്ന് പറയുന്നത് എന്താണ് ഈ HIN റിമൂവ് ചെയ്യുന്ന H+നെ സ്വീകരിച്ചിട്ട് H3O+ ആയിട്ട് മാറും. അപ്പോൾ അൺഅയണൈസ്ഡ് അല്ലെങ്കിൽ HIN അതിന്റെ അയണൈസേഷന്റെ മുമ്പേ എന്തായിരിക്കും ഒരു കളർ ആയിരിക്കും, അതിന് ആസിഡ് കളർ ആയിരിക്കും. ദെൻ അയണൈസേഷന് ശേഷം IN മൈനസ് ആയിട്ട് മാറുമ്പോൾ അതിന് വേറൊരു കളർ ആയിരിക്കും, ബേസ് കളർ ആയിരിക്കും. ദ ബിഹേവിയർ ഓഫ് എ ബേസ് ടൈപ്പ് ഇൻഡിക്കേറ്റർ ഇസ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ ഇക്വിലിബ്രിയം. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ് ആസിഡ് ടൈപ്പ് ഇൻഡിക്കേറ്ററിന്റെയാണ്. ഇനി ബേസ് ടൈപ്പ് ഇൻഡിക്കേറ്റർ ആണെന്നുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഒരു ഇക്വിലിബ്രിയം ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് IN എന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ് IN. ഇൻഡിക്കേറ്റർ എന്നുള്ളത് ഡിനോട്ട് ചെയ്യാനാണ് IN ഉപയോഗിച്ചിട്ടുള്ളത്.
പ്ലസ് H2O ഗീവ്സ് InH പ്ലസ് പ്ലസ് OH മൈനസ്. ബേസ് എന്ന് പറയുന്ന ആരാണ്? H പ്ലസിനെ സ്വീകരിക്കുന്ന ആളാണ്. അപ്പൊ എന്താണ് ഈ IN എന്ന് പറയുന്നത് ഒരു H പ്ലസിനെ സ്വീകരിച്ചിട്ട് InH പ്ലസ് ആയിട്ടും OH വാട്ടറിൽ നിന്നുള്ള H പ്ലസിനെയാണ് IN സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ വാട്ടറിൽ ബാക്കി OH മൈനസ് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഇക്വിലിബ്രിയം കാണിക്കുക. അപ്പോൾ അൺഅയണൈസ്ഡ് ഫോമില് IN ആയിട്ട് ഇരിക്കുമ്പോൾ അൺഅയണൈസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ ബേസ് കളർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കളർ ആയിരിക്കും. ദെൻ അതെന്താണ് H പ്ലസിനെ സ്വീകരിച്ചിട്ട് അതിന്റെ കോൺജുഗേറ്റ് ആസിഡ് ആയിട്ട് മാറിയാൽ അത് വേറൊരു കളർ ആയിരിക്കും, അതിന് ആസിഡ് കളർ ആയിരിക്കും ഉണ്ടായിരിക്കുക. സിൻസ് ദ കളർ ഓഫ് ദി അൺഡിസോസിയേറ്റഡ് form differ from that of its conjugate acid or conjugate base, it is obvious that the actual color shown depends upon the hydrogen ion concentration of the solution. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് ഒരു കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. അതായത് HIN നിന്നും H പ്ലസിനെ റിമൂവ് ചെയ്താൽ നമുക്ക് കോൺജുഗേറ്റ് ബേസ് കിട്ടും. അതേപോലെ IN H പ്ലസിനെ സ്വീകരിച്ചാൽ ഇതിന്റെ കോൺജുഗേറ്റ് ആസിഡ് കിട്ടും. അപ്പോൾ ഇവിടെ എന്താണ് H പ്ലസിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കളർ ചേഞ്ച് പറയുന്നത്. അത് നമുക്ക് എന്താണ് അടുത്തതായിട്ട് ഓരോ എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ കൂടുതൽ മനസ്സിലാവും. Action of phenolphthalein. Consider the ionization of equilibrium of phenolphthalein, which is a weak acid. അപ്പോൾ ഓസ്റ്റ്വാൾഡ് തിയറി അനുസരിച്ചിട്ട് ഫിനോഫ്തലിൻ എന്ന് പറയുന്നത് ഒരു വീക്ക് ഓർഗാനിക് ആസിഡ് ആണ്. അപ്പോൾ ഒരു ആസിഡ് എന്ന് പറയുന്നത് വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ H പ്ലസിനെ വിട്ടുകൊടുക്കും, റിമൂവ് ചെയ്തിട്ട് അത് ഒരു അയണൈസ്ഡ് ഫോമിലായിട്ട് മാറും. ദെൻ ഹിയർ HPH എന്ന് പറയുന്നത് ഫിനോഫ്തലിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ് HPH. PH എന്ന് പറയുന്നത് ഫിനോഫ്തലിനും H എന്ന് പറയുന്നത് അതൊരു ആസിഡ് ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളതാണ് HPH എന്നത്. അത് വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ HPH H പ്ലസിനെ വിട്ടുകൊടുത്തിട്ട് PH മൈനസും H3O പ്ലസും ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അവിടെ HPH എന്ന് പറയുന്നത് അൺഅയണൈസ്ഡ് ഫോമിലുള്ള ഫിനോഫ്തലൈൻ ആണ്. അതായത് മോളിക്കുലർ ഫോമിൽ അയണൈസേഷന് മുമ്പ് ഫിനോഫ്തലിൻ എങ്ങനെയാണ് ഇരിക്കുന്നത് അത് കളർലെസ് ആയിരിക്കും. ഇനി അതിന് H പ്ലസ് വിട്ടുകൊടുത്തിട്ട് കിട്ടുന്ന കോൺജുഗേറ്റ് ബേസ് PH മൈനസ് എന്ന് പറയുന്നത് HPHന്റെ കോൺജുഗേറ്റ് ബേസ് ആണ്. അത് പിങ്ക് കളറിലാണ് കാണപ്പെടുന്നത്. ഇനി നമ്മൾ അസിഡിക് സൊല്യൂഷനിലും ആൽക്കലൈൻ സൊല്യൂഷനിലും ഫിനോഫ്തലിന്റെ ആക്ഷൻ എങ്ങനെയാണ് നോക്കാം, അല്ലെങ്കിൽ അതിന്റെ കളർ എങ്ങനെയാണ് നോക്കാം. ഇനി അസിഡിക് സൊല്യൂഷൻ, നമ്മളൊരു ആസിഡ് സൊല്യൂഷൻ എടുക്കുകയാണ്, അതിലേക്ക് നമ്മൾ ഫിനോഫ്തലിൻ ആഡ് ചെയ്യുമ്പോൾ എന്ത് കളർ ചേഞ്ച് ആണ് ഉണ്ടാവുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ഇൻ അസിഡിക് സൊല്യൂഷൻ, the presence of excess of H3O plus suppresses the dissociation of phenolphthalein and the equilibrium lies very much to the left. അതായത് അസിഡിക് സൊല്യൂഷനിൽ ആസിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി എന്താണ് H3O പ്ലസ് അല്ലെങ്കിൽ H പ്ലസിനെ എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളാണ് ആസിഡ് എന്ന് പറയുന്നത്. H പ്ലസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ H പ്ലസിനെ വിട്ടുകൊടുക്കുന്ന ആളുകളാണ് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അസിഡിക് സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഓൾറെഡി H3O പ്ലസിന്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും. ഇനി അതിലേക്ക് നമ്മൾ ഒരു ഓർഗാനിക് ആസിഡ് ആയിട്ടില്ല, വീക്ക് ഓർഗാനിക് ആസിഡ് ആയിട്ടില്ല ഫിനോഫ്തലിൻ ആഡ് ചെയ്താൽ ഫിനോഫ്തലിൻ എങ്ങനെ ഈ ഫിനോഫ്തലിൻ വാട്ടറിൽ ഡിസോസിയേറ്റ് ചെയ്തിട്ട് PH മൈനസും H3O പ്ലസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇവിടെ ഒരു ഇക്വിലിബ്രിയം ഉണ്ട്. ഈ HPHന്റെയും PH മൈനസിന്റെ ഇടയിൽ ഒരു ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അസിഡ് സൊല്യൂഷനിൽ H3O പ്ലസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായതുകൊണ്ട് തന്നെ ഈ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്കായിരിക്കും കൂടുതലായിട്ട് നടക്കുന്നത്. നമുക്കറിയാം ലേഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് കുറക്കാൻ ശ്രമിക്കും, അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ കൂടുതലായിട്ട് നടക്കും. അല്ല പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ആണ് കൂടുന്നതെങ്കിൽ അത് പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കുറക്കാൻ ശ്രമിക്കും, അപ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടുതൽ ഫാസ്റ്റർ ആയിട്ട് നടക്കും. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഇവിടെ എന്താണ് ആസിഡ് സൊല്യൂഷനിൽ ഓൾറെഡി H3O പ്ലസ് ഉണ്ട്. ദെൻ ഫിനോഫ്തലിൻ ആഡ് ചെയ്യുമ്പോൾ വീണ്ടും എന്താണ് H3O പ്ലസിന്റെ കോൺസെൻട്രേഷൻ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഇക്വിലിബ്രിയം വെച്ചിട്ട് പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതുകൊണ്ട് തന്നെ ഇക്വിലിബ്രിയം ലൈസ് ടു ദ ലെഫ്റ്റ്, അതായത് കളർലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഅയണൈസ്ഡ് ആയിട്ടുള്ള ഫിനോഫ്തലിൻ ആയിരിക്കും കൂടുതലായിട്ട് എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ ആസിഡ് സൊല്യൂഷനിൽ ഫിനോഫ്തലിൻ കളർലെസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ബട്ട് ഇൻ ആൽക്കലൈൻ സൊല്യൂഷൻ, ഇനി ആൽക്കലൈൻ സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ആൽക്കലൈൻ സൊല്യൂഷനിൽ ഓൾറെഡി OH മൈനസ്
എക്സസ് ആയിട്ടുണ്ടായിരിക്കും. ആൽക്കലി എന്ന് പറയുമ്പോൾ OH മൈനസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. ദെൻ നമ്മൾ അങ്ങനെയൊരു ആൽക്കലൈൻ സൊല്യൂഷനിലേക്ക് നമ്മൾ ഫിനോഫ്തലീൻ ആഡ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഒരു ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യും. HPH പ്ലസ് H2O gives PH മൈനസ് പ്ലസ് H3O പ്ലസ്. അപ്പൊ എന്താണ് HPH അല്ലെങ്കിൽ ഫിനോഫ്തലീൻ അതിലെ H+ റിമൂവ് ചെയ്ത് കിട്ടുന്ന H+ റിമൂവ് ചെയ്യുമ്പോൾ എന്താണ് ആൽക്കലൈൻ സൊല്യൂഷനിൽ ഓൾറെഡി പ്രസന്റ് ആയിട്ടുള്ള OH മൈനസ് ഈ H3O+ അല്ലെങ്കിൽ H+ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് H3O+ന്റെ കോൺസെൻട്രേഷൻ കുറക്കും. അപ്പോൾ പ്രൊഡക്റ്റിന്റെ സൈഡിൽ H3O+ന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരുമ്പോൾ അത് ഇക്വിലിബ്രിയം എന്താണ് അത് കൂട്ടാൻ വേണ്ടി ശ്രമിക്കും. ലെ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ അത് കൂട്ടാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ HPH പ്ലസ് H2O gives അല്ലെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ കൂടുതൽ ഫാസ്റ്റർ ആയിട്ട് നടക്കും. അപ്പം PH മൈനസിന്റെ കോൺസെൻട്രേഷൻ ആണ് കൂടുക. അത് കൂടുതൽ HPH H+ന് വിട്ടുകൊടുത്തിട്ട് PH മൈനസ് ആയിട്ട് മാറാനുള്ള ടെൻഡൻസി കൂടും. Therefore, in alkaline medium ഈ ഫിനോഫ്തലൈൻ എന്ന് പറയുന്നത് പിങ്ക് കളറിലായിരിക്കും കാണപ്പെടുന്നത്. The excess of OH minus removes the H3O+ formed by the dissociation of HPH. അതായത് ഫിനോഫ്തലൈന്റെ ഡിസോസിയേഷന്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന H3O+നെ ആൽക്കലൈൻ സൊല്യൂഷനിലുള്ള OH മൈനസ് കണ്ടിന്യൂസ്ലി റിമൂവ് ചെയ്യും. ആസ് എ റിസൾട്ട് ദി അബവ് ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ടു ദ റൈറ്റ്. അതുകൊണ്ട് തന്നെ എന്താണ് H3O+ന്റെ കോൺസെൻട്രേഷൻ കുറയുമ്പോൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. റിസൾട്ടിങ് ഇൻ ആൻ അക്യുമുലേഷൻ ഓഫ് PH മൈനസ്. സോ PH മൈനസിന്റെ കോൺസെൻട്രേഷൻ കൂടും. സോ ഇറ്റ് എക്സിബിറ്റ് പിങ്ക് കളർ. അങ്ങനെയാണ് ഫിനോഫ്തലീൻ ആൽക്കലൈൻ മീഡിയത്തിൽ പിങ്ക് കളറും അസിഡിക് മീഡിയത്തിൽ കളർലെസ് ആയിട്ടും കാണപ്പെടുന്നത്. ഓസ്റ്റ്വാൾഡ് തിയറി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെയാണ് ഫിനോഫ്തലീന്റെ ആക്ഷനെ എക്സ്പ്ലെയിൻ ചെയ്യുക. ആക്ഷൻ ഓഫ് മീഥൈൽ ഓറഞ്ച്. മീഥൈൽ ഓറഞ്ചും ഇതേപോലെ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. കൺസിഡർ ദ അയനൈസേഷൻ ഓഫ് മീഥൈൽ ഓറഞ്ച്. മീഥൈൽ ഓറഞ്ചിന്റെ അയനൈസേഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. മീഥൈൽ ഓറഞ്ച് എന്ന് പറയുന്നത് ഒരു വീക്ക് ഓർഗാനിക് ബേസ് ആണ്. MEOH എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഒരു ബേസ് ആയതുകൊണ്ട് OH MEOH മീഥൈൽ OH എന്ന് പറയുന്നത് ഒരു ബേസ് ആണെന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് MEOH നൽകിയിട്ടുള്ളത്. Therefore, MEOH gives അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് Me+ഉം OH മൈനസും ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ അയണൈസ് ചെയ്യും. MEOH അൺഅയണൈസ്ഡ് ഫോമിൽ യെല്ലോ കളറും അയണൈസ്ഡ് ഫോമിൽ Me+ന് റെഡ് കളറും ആയിരിക്കും കാണപ്പെടുന്നത്.